ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3000 കറണ്ട് അഫയേഴ്സ് ഉള്ള PSC ബുള്ളറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോഴും പറ്റുന്ന രീതിയിൽ നമുക്ക് കോഡ്സും കണക്ഷനും ഒക്കെ ആയിട്ട് തന്നെ പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ, 2021 സെപ്റ്റംബറിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ ഡിജിറ്റൽ ഹബ്ബ് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കളമശ്ശേരിയാണ് കേട്ടോ. 2021 സെപ്റ്റംബറിൽ കേരള സ്റ്റാർട്ടിന് കീഴിൽ ഡിജിറ്റൽ ഹബ്ബ് നിലവിൽ വന്നത് എവിടെയാണ്? കളമശ്ശേരി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അതായത് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് എല്ലാം ശരിയാവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ നമുക്ക് വേണം അല്ലേ. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ ഡിജിറ്റൽ ഹബ്ബ് കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ ഹബ്ബാണെങ്കിലും ഏതാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തോളൂ. അടുത്ത് നോക്കാം. ഡോക്ടർ ചന്ദ്രശേഖര കമ്പാർ രചിച്ചിട്ടുള്ള ശിഖരസൂര്യ എന്ന കന്നഡ നോവലിൻ്റെ മലയാള പരിഭാഷയിലൂടെയുള്ള 2020 വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായിട്ടുള്ളത് സുധാകരൻ രാമന്തള്ളിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? 3 പേരുകളുണ്ട്. എന്തൊക്കെയാണ്? ചന്ദ്രശേഖര കമ്പാർ രചിച്ചിട്ടുള്ള ശിഖരസൂര്യ എന്ന കന്നഡ നോവലിൻ്റെ മലയാള പരിഭാഷയിലൂടെയുള്ള 2020 വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള ആർക്കാണ്? സുധാകരൻ രാമന്തള്ളി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാതും. ഇവിടെ കണ്ടോ, ചന്ദ്രനുണ്ട്, ഇവിടെ സൂര്യനുണ്ട്, അതുപോലെ തന്നെ സുധാകരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചന്ദ്രനാണ്. അങ്ങനെ ചന്ദ്രനും സൂര്യനൊക്കെ കൂടിയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇതിനകത്തുള്ളത് അല്ലേ. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രനെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് സാഹിത്യം കാര്യങ്ങളൊക്കെ എഴുതാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് കേന്ദ്ര സാഹിത്യം അക്കാദമി അവാർഡായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. 2021 ഭൗമസൂചക പദവി ലഭിച്ച സോജിത് മെഹന്തി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? സോജിത് മെഹന്തി ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനിലെ പെണ്ണുങ്ങളുടെയൊക്കെ കൈ കണ്ട ഒരുപാട് അവർ മെഹന്തിയും അതുപോലെ തന്നെ കുറേ വളകളും ഒക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ സോജിത് മെഹന്തി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാനാണ് കേട്ടോ. അടുത്ത പോയിന്റ്, 2021 ജൂലൈ 1 200 വയസ്സ് തികഞ്ഞ ഇന്ത്യൻ പത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബോംബെ സമാചാർ. 2021 ജൂലൈ 1 200 വയസ്സ് തികഞ്ഞ ഇന്ത്യൻ പത്രം ഏതാണ്? ബോംബെ സമാചാർ. 2021 സെപ്റ്റംബറിൽ NCCയുടെ 34ാമത്തെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുർബീർ പാൽ സിംഗ് ആണ് കേട്ടോ. 2021 സെപ്റ്റംബറിൽ NCCയുടെ 34ാമത്തെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുർബീർ പാൽ സിംഗ്. അപ്പോൾ നമ്മൾ ഈ NCCക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് പാലും മുട്ടയൊക്കെ കിട്ടാറെന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം. അപ്പോൾ പാലുണ്ടല്ലോ, ഗുർബീർ പാൽ സിംഗ് കേട്ടോ. അടുത്തിലേക്ക് കയറാം. ഇന്ത്യൻ പൗരന്മാരെ ഏത് രാജ്യത്ത് നിന്ന് സുരക്ഷിതമായി കടത്തിയതിനാണ് ജിബൂട്ടിയുടെ പ്രസിഡന്റ് ഇസ്മയിൽ ഒമർ ഗുവല്ലയ്ക്ക് 2019 പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്? എവിടെ നിന്നാണ്? യമനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞല്ലേ? ഇന്ത്യൻ പൗരന്മാരെ ഏത് രാജ്യത്ത് നിന്നാണ് സുരക്ഷിതമായി കടത്തിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സുരക്ഷിതമായിട്ട് കടത്തിയില്ലായിരുന്നെങ്കിൽ അവരെ കാലൻ പിടിച്ചേനെ അല്ലേ, യമൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അടുത്ത പോയിന്റ് നോക്കാം. ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൃതിയാണ് നിർഭയം? ഏതാണ്? CB മാത്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭയമില്ലാണ്ട് മാത്സ് ഒക്കെ ചെയ്യണമെന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്തോളൂ. ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൃതിയാണ് നിർഭയം? CB മാത്യൂസ്. രാത്രികാലത്ത് വനിതകൾക്ക് സൗജന്യ താമസ സൗകര്യം ഒരുക്കാനായിട്ടുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാ? എൻ്റെ വീട്. രാത്രികാലത്ത് വനിതകൾക്ക് സൗജന്യമായിട്ട് താമസ സൗകര്യം ഒരുക്കാനായിട്ടുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് എൻ്റെ വീട്. ഓക്കെ, അടുത്തത് 2021 സെപ്റ്റംബറിൽ ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നേടിയിട്ടുള്ള മലയാളി ആരാണ്? ജീമോൻ പന്യാമാക്കൽ. 2021 സെപ്റ്റംബറിൽ ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നേടിയ മലയാളി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജീമോൻ പന്യാമാക്കൽ. നമുക്ക് ചെറുതായിട്ടൊന്ന് ആലോചിക്കാം. അതായത് മോനൊക്കെ പനി വന്നു കഴിഞ്ഞാൽ നല്ല ശാന്ത സ്വഭാവമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഓർക്കുക കേട്ടോ. 2021 സെപ്റ്റംബറിൽ ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നേടിയ മലയാളി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജീമോൻ പന്യാമാക്കൽ എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത പോയിന്റ് നോക്കാം. വ്യോമ നിരീക്ഷണം ശക്തമാക്കാൻ ഉദ്ദേശിച്ച് 6 പുതിയ നിരീക്ഷണ വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള പദ്ധതിയുടെ പേര് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആകാശത്തും കണ്ണുകൾ. ഒന്നുകൂടെ പറയാം. വ്യോമ നിരീക്ഷണം ശക്തമാക്കാൻ ഉദ്ദേശിച്ച് 6 പുതിയ നിരീക്ഷണ വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള പദ്ധതിയുടെ പേരാണ് ആകാശത്തും കണ്ണുകൾ. അടുത്ത പോയിന്റ് നോക്കാം. 2021 സെപ്റ്റംബർ 22 ഗാന്ധിജിയുടെ വ്യക്തി ജീവിതത്തിലെ ഏത് സംഭവത്തിനാണ് 100 വർഷം തികഞ്ഞത്? വേഷവിധാനത്തിലെ മാറ്റത്തിന്. ഓക്കെ, 2021 സെപ്റ്റംബർ 22 ഗാന്ധിജിയുടെ വ്യക്തി ജീവിതത്തിലെ ഏത് സംഭവത്തിനാണ് 100 വർഷം തികഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേഷവിധാനത്തിലെ മാറ്റത്തിന്. അടുത്ത പോയിന്റ് നോക്കാം. ഖബർ എന്ന നോവൽ രചിച്ചത് KR മീരയാണ് കേട്ടോ. KR മീരയുടെ നോവൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഖബറാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ KR മീര എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കെയർ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. കെയർ
കെയർ ചെയ്തില്ലെങ്കിൽ, അതായത് ഈ ഒരു കോവിഡ് സമയത്തും ഒമിക്രോൺ സമയത്തും ഒക്കെ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗബറടക്കമൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഗബർ എന്ന നോവൽ രചിച്ചത് KR മീര എന്നുള്ളത് ആലോചിക്കുക. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച ലിവർപൂൾ ഫുട്ബോൾ ക്ലബിന്റെ ഇതിഹാസ താരമാരാണ്? റോജർ ഹണ്ടാണ്. ഓക്കെ, 2021 സെപ്റ്റംബറിൽ അന്തരിച്ചിട്ടുള്ള ലിവർപൂൾ ഫുട്ബോൾ ക്ലബിന്റെ ഇതിഹാസ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ റോജർ ഹണ്ടാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആലോചിക്കാം, ഒരുപാട് നമ്മൾ ഈ ആൽക്കഹോളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനൊക്കെ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഫണ്ടിൻ്റെ ആവശ്യം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ റോജർ ഹണ്ട്, ഫണ്ട് കേട്ടോ, അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. 2021 സെപ്റ്റംബറിൽ അന്തരിച്ചിട്ടുള്ള ലിവർപൂൾ ഫുട്ബോൾ ക്ലബിൻ്റെ ഇതിഹാസ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ റോജർ ഹണ്ടാണ്. സ്വന്തം ഹൈക്കോടതിയുള്ള ഏക കേന്ദ്ര ഭരണപ്രദേശം ഏതാണ്? ഡൽഹിയാണ്. ജമ്മു കാശ്മീരിനും ലഡാക്കിനും പൊതു ഹൈക്കോടതിയാണുള്ളതെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ 100 ഗ്രാൻഡ് പ്രീ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ആദ്യ ഡ്രൈവർ ലൂയിസ് ഹാമിൽട്ടൺ ആണ് കേട്ടോ. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ 100 ഗ്രാൻഡ് പ്രീ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ആദ്യ ഡ്രൈവർ ആരാ? ലൂയിസ് ഹാമിൽട്ടൺ. അപ്പോൾ 100 ഗ്രാൻഡ് പ്രീ വിജയങ്ങളൊക്കെയാണ്, ടണ്ണ് കണക്കിന് വിജയങ്ങളൊക്കെയാണ് എന്നൊക്കെ ഓർത്ത് വയ്ക്കുക, ലൂയിസ് ഹാമിൽട്ടൺ. അടുത്ത പോയിന്റ് നോക്കാം, ശൈശവ വിവാഹം തടയുന്നതിനുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിപാടി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൊൻവാക്കാണ്. അപ്പം ശൈശവ വിവാഹം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിപാടി ചോദിക്കുകയാണെങ്കിൽ പൊൻവാക്ക്. അപ്പോൾ ശൈശവ വിവാഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പൊൻവാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ശൈശവ വിവാഹമൊക്കെ നടക്കുന്നത് കാണുകയാണെങ്കിൽ നമ്മൾ വേഗം പോയിട്ട് അത് പോയിട്ട് എവിടെയെങ്കിലും പോയി പറയുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വാക്കിന് പൊന്നിൻ്റെ വിലയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. പൊൻവാക്ക് കേട്ടോ, മറക്കണ്ട. വിപണി മൂലധന മൂല്യത്തിൽ $200 മില്യൺ കടക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ കമ്പനി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ TCS ആണ്. വിപണി മൂലധന മൂല്യത്തിൽ $200 മില്യൺ കടക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ കമ്പനി TCS. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായിട്ടുള്ള ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? റൂർക്കേലയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോക്കി സ്റ്റേഡിയം, ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയമാണ്. അത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റൂർക്കേല. അപ്പോൾ ഹോക്കി സ്റ്റേഡിയം, ഹോക്കിയൊക്കെ നമ്മൾ ഖേല, കളി എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം. ഒഡീഷയാണെന്ന് ആലോചിക്കാം, ഓടിക്കളിക്കുന്ന കളിയാണെന്നൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത്, ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് 75,000 കിലോ ഏലം ലേലം ചെയ്ത സ്ഥാപനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പൈസസ് ബോർഡ്. അപ്പോൾ ഏലമൊക്കെയാണ് നമുക്കറിയാം, സ്പൈസസ് ആണ്, അതൊക്കെയായിട്ട് നമുക്ക് ഓർക്കാമല്ലോ. അപ്പോൾ സ്പൈസസ് ബോർഡാണ് കേട്ടോ. എവിടെ വെച്ചാണ് ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് 75,000 കിലോ ഏലം ലേലം ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ പുറ്റടിയാണ്, ഇടുക്കി ജില്ലയിലാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതികളുടെ എണ്ണം 2. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഹൈക്കോടതികളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. കേരളത്തിലെ എത്രാമത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ്? P സതീദേവി, 7ാമത്തെയാണ്. അപ്പോൾ P സതീദേവി 7 കേട്ടോ. അപ്പോൾ സതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് സാത്ത് എന്നൊക്കെ ആലോചിക്കാം. സാത്ത്, നമ്മൾ ഹിന്ദിയിൽ സാത്ത് എന്നൊക്കെ പറഞ്ഞ 7 അല്ലേ. അപ്പം എത്രാമത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് P സതീദേവി എന്ന് ചോദിക്കുകയാണെങ്കിൽ സതി സാത്ത് 7 എന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജിയോ സെൽ റോഡ് നിർമ്മിച്ച എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്താണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഇപ്പോൾ ജിയോ ഫോണിനെയും അതിനെയൊക്കെ നമ്മളിങ്ങനെ മാക്സിമം പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ വിഴിഞ്ഞം എന്നൊക്കെ ഓർക്കുക. കേരളത്തിലായത് ജിയോ സെൽ റോഡ് നിർമ്മിച്ച എവിടെയാണ്? വിഴിഞ്ഞം തുറമുഖത്ത്. തമിഴ്നാട് ഗവർണറായി നിയമിക്കപ്പെടുന്നതിന് മുൻപ് RN രവി ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? നാഗാലാൻഡ് ആയിരുന്നു കേട്ടോ, ഓർത്ത് വെച്ചേക്കണേ. തമിഴ്നാട് ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിന് മുൻപ് RN രവി ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? നാഗാലാൻഡ്. അടുത്ത പോയിന്റ് നോക്കാം, ആര് രാജിവെച്ചതിനെ തുടർന്നാണ് ചരൺജിത് സിംഗ് ചാനി 2021 സെപ്റ്റംബറിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയായത്? അമരീന്ദർ സിംഗ് ആണ് കേട്ടോ. അപ്പം പഞ്ചാബ് മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി ആരാണ്? ചരൺജിത് സിംഗ് ചാനിയാണ്. അപ്പോൾ ഈ പഞ്ചാബിലെ അവരൊക്കെ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ടില്ലേ, ഈ ചെന ഭട്ടൂരൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ ചെന, ചാനി അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കാം കേട്ടോ. അപ്പം ചരൺജിത് സിംഗ് ചാനി എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ ഇക്കണോമിക് പോളിസി ടീമിൽ അംഗമായിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്കിൾ C ജോർജ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അതായത് ഇക്കണോമിക് പോളിസി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ എക്കണോമിക്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സൈക്കിളിലേക്കൊക്കെ മാറി എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. കാറൊക്കെ മാറ്റി സൈക്കിളിലേക്കൊക്കെ ആയി എന്നുള്ള രീതിയിൽ മൈക്കിൾ C ജോർജ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ ഇക്കണോമിക് പോളിസി ടീമിൽ അംഗമായിട്ടുള്ള ഇന്ത്യൻ വംശജൻ ചോദിക്കുകയാണെങ്കിൽ മൈക്കിൾ C ജോർജ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ വംശജൻ മൈക്കിൾ സൈക്കിളിലൊക്കെയാണ് പോകുന്നത്, കാരണം ഇക്കണോമിക് പോളിസി ടീമാണ് എന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഗാൽവൻ താഴ്വരയിൽ മരണപ്പെട്ടവർക്കായിട്ട് ഇന്ത്യൻ കരസേന എവിടെയാണ് സ്മാരകം നിർമ്മിച്ചത്? ലഡാക്കിലാണ് കേട്ടോ. ഗാൽവൻ താഴ്വരയിൽ മരണപ്പെട്ടവർക്കായിട്ട് ഇന്ത്യൻ കരസേന എവിടെയാണ് സ്മാരകം നിർമ്മിച്ചത്? ലഡാക്കിലാണ്. പഞ്ചാബ് ഗവർണറായി നിയമിക്കപ്പെടുന്നതിന് മുൻപ് ബൻവരിലാൽ പുരോഹിത് ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? തമിഴ്നാടാണ്.
അപ്പോൾ നമ്മൾ മുമ്പ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൻവരിലാൽ പുരോഹിത് നമ്മുടെ തമിഴ്നാട്ടിൽ ഒരുപാട് പുരോഹിതന്മാരൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രവും അതൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പുരോഹിതന്മാരൊക്കെ തമിഴ്നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ആ പുരോഹിതൻ പഞ്ചാബിലേക്ക് പോയി എന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ പഞ്ചാബ് ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിന് മുൻപ് ബൻവാരിലാൽ പുരോഹിത് ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്, ഇപ്പോൾ പഞ്ചാബാണ് എന്നുള്ളത് മറക്കരുത് കേട്ടോ. 2021 സെപ്റ്റംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണ്? ഗുലാബാണ്. അതുപോലെ തന്നെ ഗുലാബ് ചുഴലിക്കാറ്റിൻ്റെ പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ. അപ്പം നമുക്ക് ഗുലാബ് ജാം ഒക്കെ ഉണ്ടാക്കി തരുന്നത് ബംഗാളികളാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഗുലാബ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാലോ പാകിസ്ഥാനാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്, പാകിസ്ഥാൻ, ഗുലാബ് പാകിസ്ഥാൻ, അങ്ങനെയൊക്കെ ഓർക്കുക. അടുത്ത പോയിന്റ് നോക്കാം. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ഓസ്കാർ ഫെർണാണ്ടസ് ഏത് സംസ്ഥാനക്കാരനാണ്? കർണാടകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കാം, ഈ ഓസ്കാർ അവാർഡൊക്കെ വാങ്ങാൻ വരുന്ന സമയത്ത് കണ്ണടയൊക്കെ വെച്ച് നല്ല ലുക്കിലൊക്കെ വരിക എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ മുൻ കേന്ദ്രമന്ത്രി ഓസ്കാർ ഫെർണാണ്ടസ് ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കർണാടക. അടുത്ത പോയിന്റ് നോക്കാം. 2021 ഓൺലൈൻ റമ്മികളി ചൂതാട്ടത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി എന്നുള്ളത് ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റ്, 2016 കോമൺവെൽത്തിൽ നിന്നും പുറത്തു പോവുകയും 2020 വീണ്ടും അംഗമാവുകയും ചെയ്തിട്ടുള്ള രാജ്യം ഏതാ? മാലിദ്വീപാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പുറത്തു പോയി പിന്നെ വീണ്ടും അംഗമായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാലയിട്ട് സ്വീകരിച്ചു എന്നൊക്കെ ആലോചിക്കുമല്ലോ. അപ്പോൾ മാലിദ്വീപ് കേട്ടോ. 2016 കോമൺവെൽത്തിൽ നിന്നും പുറത്തു പോവുകയും 2020 വീണ്ടും അംഗമാവുകയും ചെയ്ത രാജ്യം ഏതാണ്? മാലിദ്വീപ്. അടുത്ത പോയിന്റ് നോക്കാം. ഒഡീഷയിൽ വേൾഡ് സ്കിൽ സെന്റർ സ്ഥാപിക്കുന്നതിന് സഹായം നൽകുന്ന സ്ഥാപനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് കേട്ടോ. ഒഡീഷയിൽ വേൾഡ് സ്കിൽ സെന്റർ സ്ഥാപിക്കുന്നതിന് സഹായം നൽകുന്ന സ്ഥാപനം ഏതാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. 2021 സെപ്റ്റംബറിൽ DRDO പരീക്ഷിച്ച മധ്യദൂര മിസൈലായ ആകാശിന്റെ പുതിയ പതിപ്പ് ഏതാണ്? ആകാശ് പ്രൈം ആണ്. 2021 സെപ്റ്റംബറിൽ DRDO പരീക്ഷിച്ച മധ്യദൂര മിസൈലായ ആകാശിന്റെ പുതിയ പതിപ്പ് ഏതാണ്? ആകാശ് പ്രൈം. സിവിൽ സർവീസിന്റെ സമഗ്ര പരിശീലനത്തിനും കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മിഷൻ കർമ്മയോഗി. കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർമ്മയോഗി, മിഷൻ കർമ്മയോഗി എന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ കാർബൺ ക്യാപ്ചർ പ്ലാന്റ് സ്ഥാപിച്ച കമ്പനി ഏതാണ്? ടാറ്റ സ്റ്റീൽ ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ കാർബൺ ക്യാപ്ചർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ള കമ്പനി ഏതാണ്? ടാറ്റ സ്റ്റീൽ. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 40% സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ജയലളിത ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. നിലവിൽ സംവരണം 30% ഇപ്പോൾ 40% എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. എവിടെയാണ്? തമിഴ്നാട്ടിൽ കേട്ടോ. ഇന്ത്യ ഗവൺമെന്റിന്റെ മുക്തിജോധ സ്കോളർഷിപ്പ് സ്കീം ഏത് രാജ്യത്തെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ളതാണ്? ബംഗ്ലാദേശ്. ഓർത്ത് വയ്ക്കുക, മുക്തിജോധ സ്കോളർഷിപ്പ് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ളതാണ്. ഏത് രാജ്യത്താണ് അട്ടൻ എന്ന പുരാതന നഗരം കണ്ടെത്തിയത്? എവിടെയാണ്? ഈജിപ്താണ്. അപ്പോൾ നമുക്ക് ഈജിപ്ത് എന്നൊക്കെ പറയുമ്പോൾ മമ്മി ഫിലിമൊക്കെ ഇല്ലേ, മമ്മി സിനിമേനകത്തൊക്കെ ഈ അട്ടയല്ല ഒരു വണ്ട് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ വണ്ടിന് പകരം അട്ടയുണ്ടെന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ അട്ടൻ, ഏത് രാജ്യത്താണ് അട്ടൻ എന്ന പുരാതന നഗരം കണ്ടെത്തിയത്? ഈജിപ്താണ്. ഇൻഡോ സൗത്ത് കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സ്ഥലം ഏതാണ്? ന്യൂഡൽഹിയാണ്. ഇൻഡോ സൗത്ത് കൊറിയൻ ഫ്രണ്ട്ഷിപ്പാണ്. എവിടെയാണ്? ന്യൂഡൽഹി. അപ്പോൾ ന്യൂ ഫ്രണ്ട്ഷിപ്പ് ആരൊക്കെ തമ്മിലാണ്? ഇൻഡോ സൗത്ത് കൊറിയൻ എന്നുള്ളത് ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് കയറാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോടതി നടപടികൾ യൂട്യൂബിൽ തത്സമയം സംപ്രേഷണം ചെയ്ത ഹൈക്കോടതി ഏതാണ്? ഗുജറാത്ത് ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോടതി നടപടികൾ യൂട്യൂബിൽ തത്സമയം സംപ്രേഷണം ചെയ്തിട്ടുള്ള ഹൈക്കോടതി ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്താണ്. അപ്പോൾ രാത്രിയാണ് മിക്കവാറും ആൾക്കാരൊക്കെ യൂട്യൂബ് കാണുക എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ഓർമ്മ വന്നിട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ സംപ്രേഷണം ചെയ്തിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശാണ്. അപ്പം ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നമുക്ക് UP എന്നൊക്കെ ആലോചിക്കാം. അപ്പോൾ വീഡിയോ കോൺഫറൻസിങ് ഒക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ അപ്പിലേക്കൊക്കെ നോക്കേണ്ടി വരും, മുകളിലേക്കൊക്കെ നോക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ ഗുജറാത്തും, അതേസമയം വീഡിയോ കോൺഫറൻസിങ് വഴിയാണ് ഇത് കോടതി നടപടികളൊക്കെ ചെയ്യണമെങ്കിൽ അത് UP ഉത്തർപ്രദേശാണെന്നുള്ളത് ഓർക്കുക കേട്ടോ. രണ്ടും മാറിപ്പോരുതേ. 17ാമത്തെ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള വനിതകളുടെ എണ്ണം എത്രയാണ്? 78. 17 കേട്ടോ. സോളാർ പാനലിലൂടെ ദൈനംദിന ആവശ്യത്തിന് 100% ഊർജ്ജവും ലഭിക്കുന്ന ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചെന്നൈ ആണ്. സോളാർ പാനലിലൂടെ ദൈനംദിന ആവശ്യത്തിന് 100% ഊർജ്ജം ലഭിക്കും. അപ്പോൾ 100% ഊർജ്ജം ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നാൽ മതി എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ചെന്നൈ, അവിടെ ചെന്നാൽ മതി, 100% ഊർജ്ജം ലഭിക്കുന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക. മലയാള ഭാഷയ്ക്ക് ആദ്യമായിട്ട് ഏകീകൃത ആംഗ്യഭാഷ ലിപി രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആണ്. മലയാള ഭാഷയ്ക്ക് ആദ്യമായിട്ട് ഏകീകൃത ആംഗ്യഭാഷ ലിപി രൂപകൽപ്പന ചെയ്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവർക്കായുള്ള യുദ്ധസ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ച തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലം ഏതാണ്? ആക്കുളമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്.
സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവർക്കായുള്ള യുദ്ധസ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ച തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലം ഏതാണ്? ആക്കുളമാണ്. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച കമല ബാസൻ ഏത് മേഖലയിലാണ് പ്രശസ്ത? എഴുത്തുകാരി. നമുക്ക് കമല സുരയ്യനെ ആലോചിക്കാം. അപ്പോൾ അതേപോലെ തന്നെ കമല ബാസൻ ഏത് മേഖലയിലാണ് പ്രശസ്ത എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുത്തുകാരിയാണെന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഒളിമ്പിക് ദീപം തെളിയിക്കുന്ന ആദ്യത്തെ ടെന്നീസ് താരം എല്ലാവർക്കും അറിയായിരിക്കും, നവോമി ഒസാക്കയാണ്. ഓസിന് വന്നിട്ട് ദീപമൊക്കെ തെളിച്ചു എന്ന് ഓർക്കുക കേട്ടോ. ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നത് ശ്രീനിവാസ ഗൗഡയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീനിവാസൻ ആലോചിക്കാം. ശ്രീനിവാസൻ ഉദയനാണ് താരം സിനിമേനകത്ത് ഒരു ഓട്ടം ഉള്ളൊരു സീനുണ്ട്, അപ്പോൾ അത് ഓർത്താൽ മതി. അതിലത്തെ ഉസൈൻ ബോൾട്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നത് ശ്രീനിവാസ ഗൗഡ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. മുതിർന്ന പൗരന്മാർക്ക് ഏത് ആവശ്യത്തിനും സഹായം തേടാനായിട്ട് നിലവിൽ വന്ന ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 14567 ആണ്. അപ്പം മുതിർന്ന പൗരന്മാരാണ്. അപ്പോൾ ഇങ്ങനെ 1 പോലെയാണ് നിൽക്കണമെന്ന് ആലോചിക്കുക. പിന്നെ 4567 എന്നുള്ളത് ഓർക്കുക കേട്ടോ. 4567. അടുത്ത പോയിന്റ് നോക്കാം. ദേന ബാങ്ക് ഏത് പൊതുമേഖലാ ബാങ്കിലാണ് ലയിച്ചത്? ബാങ്ക് ഓഫ് ബറോഡ. അപ്പോൾ നമുക്ക് ഈ ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റോഡൊക്കെ എടുക്കാം. ബറോഡ റോഡിലൊക്കെ ഈ തേനൊക്കെ വിൽക്കുന്നതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിക്കുക. ആൾക്കാരൊക്കെ ഇങ്ങനെ തേനൊക്കെ കൊണ്ട് നടക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ദേന ബാങ്ക് ഏത് പൊതുമേഖലാ ബാങ്കിലാണ് ലയിച്ചത്? ബാങ്ക് ഓഫ് ബറോഡ. റോഡ് കേട്ടോ, അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കുക. അടുത്തേക്ക് കയറാം. മൊഹാലി സ്റ്റേഡിയം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ബൽബീർ സിംഗ് സീനിയർ. അപ്പോൾ നല്ല ബലം ഉള്ള ആൾക്കാരൊക്കെ വന്ന് അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരു ഇടി കിട്ടി കഴിഞ്ഞാൽ നമ്മളവിടെ മോഹാത്സ്യപ്പെടും എന്നുള്ള രീതിയിൽ ആലോചിക്കാം. മൊഹാലി സ്റ്റേഡിയം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബൽബീർ സിംഗ് സീനിയർ. പച്ചക്കറി, പഴം എന്നിവയുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കുടുംബശ്രീ മിഷൻ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? അഗ്രി ന്യൂട്രി ഗാർഡൻ. പച്ചക്കറി, പഴം എന്നിവയുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കുടുംബശ്രീ മിഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ്. വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം, ആരാരംഭിക്കുന്ന പദ്ധതി എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കുടുംബശ്രീ മിഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ എന്നുള്ള ഓർക്കുക. വംഗബന്ധു ബാപ്പു മ്യൂസിയം ഏത് രാജ്യത്താണ്? ബംഗ്ലാദേശ് ആണ് കേട്ടോ. വംഗബന്ധു ബാപ്പു മ്യൂസിയം ഏത് രാജ്യത്താണ്? ബംഗ്ലാദേശ്. കുറേ ബായൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കുക. കേരളത്തിലെ ആദ്യത്തെ COVID-19 റാപ്പിഡ് ടെസ്റ്റ് വെഹിക്കിൾ ആരംഭിച്ച ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. കേരളത്തിലെ ആദ്യത്തെ COVID-19 റാപ്പിഡ് ടെസ്റ്റ് വെഹിക്കിൾ ആരംഭിച്ചിട്ടുള്ള ജില്ലയാണ് പത്തനംതിട്ട. അപ്പം COVID-19 റാപ്പിഡ് ടെസ്റ്റാണ്. അപ്പം റാപ്പിഡ് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വെഹിക്കിൾ വരികയാണ്. എന്നിട്ട് വേഗം തന്നെ ഒരു 10 ആൾക്കാരെ വേഗം ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വിടുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കില്ല. അപ്പോൾ പത്തനംതിട്ട ജില്ലയാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തു. പറ്റുന്ന രീതിയിൽ കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാം. കൂടുതൽ പോയിൻറ്റ്സുകൾ കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ സമയം കുറച്ചുകൂടെ ലെങ്തി വീഡിയോ വേണമെങ്കിൽ അങ്ങനെ പറയുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് അനുസരിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ.